എൻ്റെ പേര് അഞ്ജു. ഞാൻ UK നിന്ന് വരുന്നു. നാട്ടിലെൻ്റെ വീട് കൊച്ചിയിലാണ്. എനിക്ക് ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ 2 ഓൺലൈൻ ഉടമ്പടിയിൽ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2024 22 ജൂണിനാണ്. ആദ്യത്തെ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു. അപ്പോൾ ഞാൻ UK യിലായിരുന്ന സമയത്താണ്. എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി എടുത്തത്. ഞാനവിടെ ഒരു ക്ലോസ് ടു ഒരു 1 year ഓളം ഞാൻ ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. റിജക്ഷൻസോടെ റിജക്ഷൻസ് ആയിരുന്നു. ആ സമയത്താണ് എൻ്റെ മമ്മി ഇവിടെ 2016 വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് കൃപാസനത്തിനെ കുറിച്ച് അറിയാം. പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ പ്രേയേഴ്സ് ഫോളോ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴാണ് മമ്മി പറഞ്ഞത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് നോക്ക്, പ്രാർത്ഥിച്ച് നോക്ക് എന്ന്. അപ്പം അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. എൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് എനിക്ക് 1-2 ഇൻ്റർവ്യൂസൊക്കെ ഇങ്ങനെ ലൈൻഡായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എൻ്റെ കയ്യിലും ഉപ്പും തേനും കാശ് രൂപമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് മമ്മിനോട് പറയുകയും ചെയ്തു, നാട്ടിൽ നിന്ന് എനിക്ക് അയച്ചു തരാൻ പറ്റുമോ? പക്ഷേ അപ്പോഴാണ് കൊറിയർ സർവീസസ് ഒക്കെ പറഞ്ഞു ഉപ്പ് തന്നുവിടാൻ പറ്റില്ല, അത് ഏതെങ്കിലും ഒരു ബോർഡറിൽ അവർ കോൺഫിസ്കേറ്റ് ചെയ്യും, തേൻ തന്നുവിടാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എവിടെന്നെങ്കിലും എനിക്കൊന്ന് കൊണ്ടുതരണേന്ന്. അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു ചേച്ചി ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ UK യിലേക്ക് പോകാനിരിക്കുകയാണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ സ്പെയർ, ഒരു ഇത്തിരിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആ ചേച്ചിയുടെ പേര് ഞാൻ ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പം എനിക്ക് ആ ചേച്ചി UK യിൽ റെൻറ്റിനോ അക്കോമഡേഷന് വേണ്ടിയിട്ട് എന്തോ ആ ചേച്ചിയുടെ പേരും ഇമെയിൽ അഡ്രസ്സും കൊടുത്തൊരു അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് കിട്ടി. അപ്പം അങ്ങനെ ആ ചേച്ചിയുടെ ഇമെയിൽ ID യിലേക്ക് ഞാൻ മെയിൽ ചെയ്തിങ്ങനെ ചോദിച്ചു, ഞാനിങ്ങനെ UK യിലുണ്ട്, ചേച്ചിയുടെ കയ്യിൽ എക്സ്ട്രാ ഉപ്പോ തേനോ എന്തെങ്കിലും ഉണ്ടാവുമോ ഒന്ന് തരാനായിട്ട് എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാൻ റെസ്പോൺസ് ഒന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പിറ്റേ ദിവസം എനിക്ക് ആ ചേച്ചി ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തു, എൻ്റെ കയ്യിലുണ്ട്. ഭാഗ്യം കൊണ്ട് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 40 minutes ദൂരമുള്ള ആ ചേച്ചിയുടെ വീട്. അപ്പം അങ്ങനെ നമ്മളെല്ലാം അഗ്രി ചെയ്തു. ആ മെയിൽ വന്ന ദിവസം ഒരു സൺഡേ ആയിരുന്നു. അപ്പം ഞാൻ ചർച്ചിന് പോകാനൊക്കെ ആയിട്ട് റെഡിയൊക്കെ ആയി പുറത്തേക്ക് ഇറങ്ങി 2 ബസ് കയറണം. അപ്പോൾ ആദ്യത്തെ ബസ് കയറി സെക്കൻഡ് ബസ് സ്റ്റോപ്പിൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ കൂടെ ഒരു ബസ് പോവുക. ഞാൻ നോക്കുമ്പോൾ ഈ ചേച്ചിനെ പോലെ ഒരു ചേച്ചി ആ ബസ്സിലിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ ആ ഫോണിൽ ആ ചേച്ചിക്ക് അപ്പം തന്നെ ടെക്സ്റ്റ് ചെയ്തു, ചേച്ചിയാണോ ഒരു പിങ്ക് ഡ്രസ്സിൽ ഈ ബസ്സിലിരിക്കുന്നത്? ഈ UK യിലൊക്കെ ബസ് നമ്പറാണ് കുറച്ചും കൂടെ ഇങ്ങനെ ഉണ്ടാവുക. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ഈ ബസ് നമ്പറിൽ ചേച്ചിയാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചിയും എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അറിയാവുന്ന പോലെ. അപ്പം ശരി, ആ ചേച്ചി തന്നെയായിരുന്നു, ഞാൻ സാക്ഷ്യം കണ്ട ആ ചേച്ചി തന്നെയായിരുന്നു. അപ്പം ആ ചേച്ചിക്ക് UK യിൽ അങ്ങനെ എല്ലാവരെയും ഒന്നും അങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചിക്ക് കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരത്ത് വന്ന് ഇങ്ങനെ മിണ്ടാനും ഒക്കെ. അപ്പോൾ ആ ചേച്ചി എന്നിട്ട് എന്നോട് പറഞ്ഞു, മാതാവായിട്ട് കാണിച്ചു തന്നതാണ് നമ്മളെ. അപ്പം എന്നിട്ട് അന്ന് എനിക്ക് തോന്നുന്നു 20th എന്തായിരുന്നു ഡേറ്റ്, എനിക്കൊരു ഇൻ്റർവ്യൂ 22nd അപ്പം ഈ ഇൻ്റർവ്യൂവിന് എനിക്ക് ഉപ്പും തേനും കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചേച്ചി അന്ന് അങ്ങനെ കണ്ടുകൊണ്ട് ആ ചേച്ചി അന്ന് തന്നെ എന്നോട് പറഞ്ഞു, മോള് വീട്ടിലോട്ട് വാ, ഞാൻ ഉപ്പും തേനും കാശ് രൂപവും തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ ഇൻ്റർവ്യൂവിന് ആ ഉപ്പും തേനും കാശ് രൂപവും വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ റൗണ്ട് നന്നായിട്ട് പോയി. സെക്കൻഡ് റൗണ്ടിന് അവരെന്നെ ഡയറക്റ്റ്ലി വിളിച്ചു, ആ ഓഫീസിലോട്ട് ഡയറക്റ്റ്ലി വിളിച്ചു. അപ്പം ഞാനിവിടെ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, മമ്മി പറഞ്ഞും കേട്ടിട്ടുണ്ട്, ആൾക്കാർക്ക് മാതാവ് അടയാളം കാണിച്ചു കൊടുക്കും, നീല ഉടുപ്പിൽ വരും എന്നൊക്കെ. അപ്പം ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്, മാതാവ് എനിക്കും അങ്ങനെ അടയാളം എന്തെങ്കിലും തരണേന്ന്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഞാൻ ചെല്ലുമ്പോൾ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന മാനേജർ ഇവിടുത്തെ മാതാവിൻ്റെ നീല കളർ ഉടുപ്പ്, വേറെ ഒരു പാറ്റേണോ വേറെ ഒരു കളറോ ഇല്ല, ആ കളറിലിട്ടിട്ടാണ് അന്ന് എനിക്ക് ആ ഇൻ്റർവ്യൂ നടന്നത്. അങ്ങനെ ആ ജോലി എനിക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ക്ലോസ് ടു 1 year ഞാൻ ജോലി നോക്കിയിട്ട് എനിക്ക് കിട്ടാഞ്ഞത്
2 മാസം കൊണ്ട് മാതാവ് എനിക്ക് ജോലി ശരിയാക്കി തന്നു. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയാനുള്ളത് എൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്. അപ്പോൾ എൻ്റെ തലയിൽ ഡാൻഡ്രഫ് അല്ല, കുറച്ചും കൂടെ സിവിയറായിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ്. അത് ഭയങ്കര ഡ്രൈ ഫ്ലേക്കി ആയിട്ടുള്ള സ്കാൽപ്പായിരിക്കും, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും, നമുക്ക് പുറത്തിറങ്ങാൻ തോന്നില്ല, ഡ്രസ്സ് ചെയ്യാൻ മര്യാദയ്ക്ക് പറ്റില്ല. ഇതിങ്ങനെ ഈ ഫ്ലേക്കി ആയിട്ടിരിക്കും സ്കാൽപ്പ്. അത് കുറേ വർഷമായിട്ടുണ്ടായിരുന്നു, ക്ലോസ് ടു 10-12 ഇയേഴ്സായിട്ട് എനിക്ക് ആ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്ത് മരുന്ന് തേച്ചിട്ടും ഒരു ഇതും ഉണ്ടായിരുന്നില്ല. UK പോയി കഴിഞ്ഞിട്ട് UK ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് അതൊന്നും കൂടെ സിവിയറായി. അപ്പോൾ അത് ഞാൻ എൻ്റെ ഈ ഓൺലൈൻ ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഞാൻ അതിനു വേണ്ടി എടുത്തു പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം മാതാവ് അതെനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ എന്നും പോലും തോന്നിപ്പോവും. അങ്ങനെ അത് മാറ്റി തന്നു. അപ്പോൾ അത് രണ്ടാമത്തെ ഒരു സാക്ഷിയാണ്. പിന്നെ പറയാനുള്ളത്, പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള വേറെ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അതിൽ പറയാനുള്ളതാണെങ്കിൽ എൻ്റെ അപ്പയുടെയും അമ്മയുടെയും ഹെൽത്ത് ഇഷ്യൂസ് മാറ്റി തന്നിട്ടുണ്ട്. എൻ്റെ മമ്മിക്കൊരു കൈവേദന ഉണ്ടായിരുന്നു. കൈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് മേലോട്ട് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാത്രി സമയത്തൊക്കെ ഭയങ്കര പെയിനൊക്കെ ഉണ്ടാവുമായിരുന്നു. അത് മാതാവ് ഇപ്പോൾ പെയിൻലെസ് ആക്കി തന്നു. മമ്മിക്ക് ഇപ്പോൾ കൈ എടുക്കാനും മടക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ പപ്പയ്ക്ക് ഒരു സ്ട്രോക്ക് സർവൈവറാണ്. അപ്പോൾ പെട്ടെന്നൊരു ഹാർട്ടിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് ICUവിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അതൊക്കെ മാറ്റി തന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഓൺലൈൻ ഉടമ്പടിയിൽ കിട്ടിയ വലിയൊരു മിറാക്കിൾ എന്ന് പറയാനായിട്ട് UK വെച്ച്, അതായത് ഞാനിപ്പോൾ ഈ നാട്ടിലേക്ക് 22 ഡിസംബറിന് ഞാൻ ഇങ്ങോട്ട് തിരിക്കുന്നതിന് 2 ദിവസം മുന്നേ ഞാൻ ഓഫീസ് കഴിഞ്ഞ് ലണ്ടനിലൊക്കെ നമ്മൾ ട്യൂബ്, ഇവിടുത്തെ മെട്രോ പോലെ നമ്മൾ ട്യൂബ് എന്നാണ് പറയുക. അപ്പോൾ അതിലാണ് ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ വെച്ച് എൻ്റെ ഓഫീസ് ബാഗ് കാണാണ്ടായി. അതിൻ്റെ അകത്ത് ലാപ്ടോപ്പ്, എൻ്റെ UK BRP കാർഡ്, എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു ഫോണ്, പിന്നെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ, ബാങ്കിൻ്റെ കാർഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അത് കാണാനില്ല. 2 ദിവസം ഞാനിങ്ങോട്ട് വരാനുള്ളതിന് സമയത്ത് അത് കാണാതെയായി. അപ്പം എനിക്ക് തോന്നുന്നു UK ഉള്ളവർക്കറിയാം, ഈ ട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കാണാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ട. ആരെങ്കിലും പല ആൾക്കാർ കയറുന്ന ട്യൂബാണ്, ആര് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോവാം. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ നാട്ടിലോട്ട് വരുന്നതിന് കുറച്ച് മണിക്കൂർ മുന്നേ എങ്കിലും എനിക്ക് എൻ്റെ ബാഗും കാര്യങ്ങളും തിരിച്ചു കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മമ്മിയും ഇവിടെ നാട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വരുന്നതിന് ഒരു 3-4 hours, അതായത് തേഴ്സ്ഡേ ആണ് എൻ്റെ ബാഗ് കാണാതായതെങ്കിൽ സാറ്റർഡേ ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ 3-4 hours മുന്നേ എനിക്കൊരു മെയിൽ കിട്ടുകയാണ്, ഇങ്ങനെ ലോസ്റ്റ് ബാഗ് എൻ്റെ കയ്യിലുണ്ട്, എന്താ ചെയ്യണ്ടേ, എവിടെയെങ്കിലും കൊണ്ട് തരണോ എന്ന്. അപ്പോൾ അത് ഭയങ്കര ഒരു മിറാക്കിളാണ്. അതങ്ങനെ നടക്കത്തേ ഇല്ല. ഞാൻ പോയിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിലും ഈ ട്യൂബിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും എന്നോട് പറഞ്ഞത് പ്രതീക്ഷിക്കണ്ട, കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ മാതാവായിട്ടും ഈശോ ആയിട്ടും അതെനിക്ക് കൊണ്ട് തന്നു. ഒരു സ്ഥാനം പോലും പോവാതെ അവരിങ്ങോട്ട്, എനിക്ക് തോന്നുന്നു അവർ തുറന്ന് നോക്കി, എൻ്റെ ഇമെയിൽ ID എന്തോ എൻ്റെ വർക്കിൻ്റെ നോട്ട്ബുക്കിലുണ്ടായിരുന്നു. അതുവഴി കോൺടാക്റ്റ് ചെയ്തിട്ട് ഒന്നും നഷ്ടപ്പെടാതെ ആ ബാഗ് അതുപോലെ തന്നെ ആരോ എനിക്ക് ഇങ്ങോട്ട് കൊണ്ട് തന്ന പോലെ മാതാവ് ഈശോ എനിക്ക് കൊണ്ട് തന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ ഞാനിപ്പോൾ ഇവിടെ ഞാൻ അടുത്ത ആഴ്ചയ്ക്കായിട്ട് പോവും. ഞാൻ വന്ന് തീർത്ഥാടനോടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്ത്യൻ ആണെങ്കിലും ഞാനങ്ങനെ ഒന്നും അങ്ങനെ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. വിശ്വാസമുണ്ട്, പക്ഷേ അങ്ങനെ പ്രാർത്ഥന അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകുന്ന കാര്യമാണെങ്കിലും കുമ്പസാരമാണെങ്കിലും കൊന്ത ചൊല്ലുന്ന കാര്യമാണെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതാണെങ്കിലും ഒക്കെ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പ്രാർത്ഥന മിസ്സാവുമെങ്കിലും അതായിട്ട് ഒരുപാട് ലാഗൊന്നും വരുത്താതെ മാതാവിനോട് ക്ഷമയൊക്കെ പറഞ്ഞ് ഞാനത് കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ഒരു നല്ല ജോലി കിട്ടാനൊക്കെ ആയിട്ട് തിരിച്ച് UK പോകുമ്പോൾ. അങ്ങനെ പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയാനായിട്ട് അവിടെ
UK നമുക്ക് അങ്ങനെ ഇവിടെ ഓർഫനേജിൽ പോകുന്ന പോലെ ഒന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം അവിടെ കുറേ ഇങ്ങനെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ, റോഡിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും വന്ന് സഹായമോ അല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പത്രം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മളെല്ലാവരും എന്താ പറയുക, നമ്മുടെ ലൈഫൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുക്കില്ലേ, അതുപോലെ ഒരു ലൈഫ് ലോങ് കപ്പാസിറ്റി ഉള്ളൊരു ഇൻഷുറൻസ് പോളിസി പോലെയാണിത്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കഷ്ടപ്പാടുകൾ വരില്ല എന്നല്ല, വരുമ്പോൾ നമ്മളെ പിടിച്ചു നിൽക്കാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. സങ്കീർത്തകൻ പറയുന്നത് പോലെ നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവ് എങ്ങനെയാണ് ഓരോ മക്കളുടെയും ജീവിതത്തിൽ, ഇന്നിപ്പോൾ അഞ്ജു മേരി മാത്യൂസാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഓരോ അനുഭവങ്ങളിലും കർത്താവ് നമ്മെക്കുറിച്ച് വിചാരമുള്ള കർത്താവിൻ്റെ നമ്മോടുള്ള പിന്നീട് നമ്മെ എങ്ങനെയാണ് കരുതുന്നത്, നമുക്ക് കാവലാകുന്നത്. അതായത് തൻ്റെ ജീവിതത്തിൽ 1 വർഷത്തോളം താൻ ജോലിക്ക് വേണ്ടി അലഞ്ഞു, എപ്പോഴും റിജക്ഷൻ മാത്രം UK ചെന്നിട്ട്, എന്നാൽ പിന്നീട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് മൂലം 1 വർഷം കൊണ്ട് ലഭിക്കാത്തത് 1 മാസത്തിനുള്ളിൽ തനിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്. അതുപോലെ വീണ്ടും തനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം, 10 വർഷത്തിലേറെയായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സ്കാൾപ്പ്, അത് സാധാരണ ഡാൻഡ്രഫും അല്ല, അതിനേക്കാൾ സിവിയറായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു തൻ്റേത്. തനിക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് ഇടാനോ ഒന്നും പറ്റാത്ത അവസ്ഥ, അത്രയേറെ തന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ഒരവസ്ഥ. അതൊക്കെ എത്ര പെട്ടെന്നാണ് തനിക്ക് ക്യുവറായത്. ഒരു നേർച്ച വസ്തുക്കൾ എന്തെങ്കിലും ഒന്ന് കിട്ടണം, ആ ആഗ്രഹവും, അതായത് ഹൃദയത്തിൻ്റെ ഓരോ ആ മനോഭാവത്തിൽ, നമ്മുടെ ആ മനോഭാവം ശ്രദ്ധിക്കുന്ന ദൈവം എന്ന് ബഹുമാനപ്പെട്ട VP ജോസഫച്ചൻ പറയാറുണ്ട്. നാം ഇവിടെ വന്ന് കാല് കുത്തുമ്പോഴേ നാം ആരാണ്, നാം എന്താണ് എന്ന് നമ്മെ അറിയുന്ന ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നാം കടന്നു വരിക എന്ന് അച്ഛൻ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഫ്രോഡാകരുതെന്ന് അച്ഛൻ പറയാറുണ്ട്. അതായത് ഈ മകള് ജീവിതത്തിന് മുമ്പോട്ട് എങ്ങനെ ജീവിക്കും, ഉടമ്പടി എങ്ങനെ ജീവിക്കും, കർത്താവിനോട് എത്രമാത്രം വിശ്വസ്തതയുള്ള മകളായിരിക്കും, ഇതൊക്കെ നമ്മുടെ ആ ബയോഡേറ്റ മൊത്തം ദൈവത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ ബയോഡാറ്റയും കൊണ്ടാണ് നാം ഇങ്ങോട്ട് കടന്നു വരിക. നാം ഫ്രോഡാണോ, എങ്ങനെയാണ്, ഉടമ്പടി ഉഴപ്പാനാണോ നാം പ്ലാൻ ചെയ്യുന്നത്, ഇതൊക്കെ കർത്താവിനറിയാം. അപ്പോൾ ഈ മകളുടെ ആഗ്രഹം, ഒരു നേർച്ച വസ്തുക്കൾ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് എങ്ങനെയാണ് അമ്മ മാതാവ് സാധിച്ചു കൊടുക്കുക. ഒരു സാക്ഷ്യത്തിൽ കാണുന്ന വ്യക്തി, ഇതൊക്കെ കൊണ്ട് തന്നെയല്ലേ സാക്ഷ്യങ്ങളും അതുപോലെ ഉടമ്പടി ആരാധനയുമൊക്കെ നമുക്ക് എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് തുണയാകുന്നതെന്നുള്ളത് തന്നെയാണ് ഈ മകൾ പറയുക. അത് കിട്ടാനുണ്ടായ സാഹചര്യം 2 ദിവസത്തിന് ശേഷം മാത്രമാണ് തൻ്റെ ഇൻ്റർവ്യൂ. അതിന് തനിക്ക് ആത്മധൈര്യം കിട്ടുന്നു. കാശ് രൂപവും കൊണ്ടുപോയി ഈ മകൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കുന്നു. അങ്ങനെ തനിക്ക് കിട്ടിയ സൗഖ്യാനുഭവങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ബാഗ്, അത് UK കിട്ടാൻ യാതൊരു വഴിയുമില്ല. അതിലുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സാണ്. തൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയുണ്ട്. ഇതെല്ലാം തനിക്ക് നഷ്ടമാകാം, എന്നാൽ അതൊക്കെ എങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് പിന്നീട് തിരിച്ചു കിട്ടുന്നത്, അതും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒന്നും നഷ്ടപ്പെടാതെ തനിക്ക് ലഭിച്ചു എന്നാണ് പറയുക. അങ്ങനെ ഉടമ്പടി ജീവിതം ഒരു ലൈഫ്, അത് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ഈ മകൾ തന്നെ പറഞ്ഞു, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ ഇൻഷുറൻസ് പോളിസിയാണെന്നാണ് ഈ മകൾ പറയുക. അതായത് തങ്ങൾക്കൊക്കെ കിട്ടുന്ന ഓരോ കാര്യങ്ങളെ എങ്ങനെയാണ് യുവതീ-യുവാക്കൾ അതിനെ പിന്നീട് തങ്ങളുടെ ആത്മീയ ജീവിതവും ഭൗതികമായ സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് ആ വ്യക്തികൾ തന്നെ കണക്ട് ചെയ്ത് ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ താൻ ഉടമ്പടി ജീവിതം നയിക്കുന്നു. ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി ഇന്ന് ബഹുമാനപ്പെട്ട VP ജോസഫച്ചനെ കാണാനുള്ള കൃപ പരിശുദ്ധ അമ്മയിലൂടെ തനിക്ക് ലഭിച്ചു. എല്ലാത്തിനും നന്ദി പറയുന്ന യുവജനതയോടൊപ്പം നമുക്കും യുവാവായ കർത്താവിനെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.